മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഈ മാസം 6-ാം തീയതി കൊല്ലം ബീച്ച് റോട്ടറി ഹാളിൽ വെച്ച് എസൻസ് ഗ്രൂപ്പിൻ്റെ ഒരു പ്രോഗ്രാം നടത്തുകയുണ്ടായി. ലിബ്രോ 19 എന്നുള്ള പേരിൽ. അത് കൊല്ലം എസൻസ് യൂണിറ്റുകാർ 25/1/2019 യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തു. അത് കാണുവാൻ എനിക്ക് ഇടയായി. അപ്പോൾ അതിനകത്ത് പ്രധാനമായി പ്രഭാഷണം നടത്തിയതായിട്ടുള്ള ബഹുമാനപ്പെട്ട പ്രൊഫസർ സി രവിചന്ദ്രൻ്റെ വസ്തുതാപരമായ ചില കാര്യങ്ങളെ ഒന്ന് വിശകലനം ചെയ്യണം എന്ന് എനിക്ക് തോന്നി. ഇതൊരു റീബട്ടൽസ് അല്ല, മറിച്ച് അദ്ദേഹം യുക്തിവാദികളെ സംബന്ധിച്ച് യുക്തിവാദികളോടാണ് സംസാരിച്ചെങ്കിൽ പോലും എല്ലാവരും ആ കാര്യത്തെക്കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് തന്നെ ചില കാര്യങ്ങൾ കൂടെ വിശദമായി പറയുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൊഫസർ സി രവിചന്ദ്രൻ മാസ്റ്റർ അദ്ദേഹം ബൈബിൾ സംബന്ധമായ സുവിശേഷം സംബന്ധമായ യേശുക്രിസ്തു, ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പങ്കുവച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഉദ്യമത്തിന് മുതിരുകയും ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞത് ബൈബിളിലെ 2 ഭാഗങ്ങളുണ്ട്, 2 പുസ്തകങ്ങളുണ്ട്, പഴയ നിയമം പുതിയ നിയമവും എന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. പഴയ നിയമം എഴുതിയിരിക്കുന്ന എബ്രായ അരാമ്യ ഭാഷയിലാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഗ്രീക്ക് ഭാഷയിലാണ് പുതിയ നിയമം എഴുതിയിരിക്കുന്നത് എന്നുള്ളത് പല ആളുകൾക്കും അറിയുകയില്ല എന്നുള്ളതും അദ്ദേഹം സമർത്ഥിച്ചു. ശരിയാണ്. ഇന്ന് സൺഡേ സ്കൂൾ പഠിക്കാത്ത അല്ലെങ്കിൽ ബൈബിളുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളൊക്കെ തെറ്റായി ബൈബിളിനെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചത്. ബൈബിളിൽ പുതിയ നിയമം എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. ആ ഗ്രീക്ക് ഭാഷ അന്നത്തെ വളരെ നൈപുണ്യമാർന്ന ഒരു ഭാഷയായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് എനിക്കും ചിരിയുണ്ടാക്കി. 20% ആളുകൾ പുതിയ നിയമം എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലാണെന്ന് പറഞ്ഞത്. ശരിയാണ്, 20 ആയിരിക്കില്ല, അതിൽ കൂടുതൽ ആളുകൾ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ബൈബിളിനെ സംബന്ധിച്ച് ഗ്രാഹ്യമില്ലാത്ത ആളുകൾ പല തെറ്റുകളും പറയാറുണ്ട് ബൈബിളിനെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള തെറ്റുകളൊക്കെ ആളുകൾ പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്നത്. വേറൊരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, രവീന്ദ്രൻ മാഷ് പറഞ്ഞത് ശരിയാണെങ്കിൽ യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു കഥാപാത്രം ജീവിച്ചിരുന്നില്ല, അല്ലെങ്കിൽ യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് പ്രസക്തമല്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ പോലും ക്രമേണ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതും യേശുക്രിസ്തു അദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. യേശുവിൻ്റെ വാക്കുകൾ, പഠിപ്പീര്, യേശുവിനെ കുറിച്ചുള്ള സുവിശേഷമൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യത്തെ നമ്മളെ തൃണവൽക്കരിക്കുമ്പോൾ, ചരിത്രപരമായ കാര്യങ്ങളെ നമ്മൾ വിസ്മരിക്കുമ്പോൾ നമ്മുടെ പിതൃവ്യത്വത്തെ നമ്മളെ തൃണവൽക്കരിക്കുകയും വിസ്മരിക്കുകയും ചെയ്യുകയാണെന്ന് ഒരു ചരിത്രകാരൻ പറഞ്ഞിട്ടുണ്ട്. ഞാനും അതിനോട് 100% യോജിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ 3 സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ 3 സ്ഥലങ്ങളുടെ പേരുകൾ ഇങ്ങനെയാണ്: ഗലീലിയ, ശമരിയ, യഹൂദ്യ. ഈ പ്രദേശങ്ങളെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷയൊക്കെ ഒരല്പം വ്യത്യാസമാണെങ്കിലും അദ്ദേഹം വിവക്ഷിച്ചിരിക്കുന്ന ഈ 3 പ്രദേശങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ആ സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുകയും അവിടെയൊക്കെ ചെറിയ പഠനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് കുറച്ചും കൂടെയൊക്കെ കാര്യങ്ങൾ പ്രസ്താവിക്കുവാനായിട്ട്, സുതാര്യമായിട്ട് പറയുവാനായിട്ട് സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഗലീല തടാകത്തെ കടലെന്നും വിളിക്കുന്നു, തടാകമെന്നും ചിലരൊക്കെ വിളിക്കുന്നുണ്ടെന്ന്. ഞാൻ ആ കടലിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് ബോട്ടിൽ. ആ കടലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു തടാകം പോലെ തന്നെ വളരെ ശാന്തതയാർന്നതാണ്. തിരമാലകൾ വളരെ കുറവുള്ളതാണ്. നമ്മൾ അതിനകത്ത് ബോട്ടുകളൊക്കെ സഞ്ചരിക്കുമ്പോൾ മാത്രമേ തിരമാലകളായിട്ട് അല്ലെങ്കിൽ കടൽ ഇളകുന്ന ഒരു സന്ദർഭമുള്ളൂ. അല്ലെങ്കിൽ അത് വളരെ ശാന്തതയോടുകൂടെ, തിരമാലകൾ തീരെയില്ലാത്ത ഒരു കടലാണ് ഗലീല കടൽ. അതുകൊണ്ടാണ് അതിനെ തടാകമെന്നും വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ മീൻപിടുത്തത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തീരപ്രദേശങ്ങളുണ്ട്. അപ്പോൾ ആ പ്രദേശങ്ങൾ കടലിങ്ങനെ പരന്നു കിടക്കുകയാണ്. അപ്പോൾ ഒരു കായൽ പോലെയാണ് അത് കിടക്കുന്നത്. അതുകൊണ്ടാണ് തടാകം എന്നൊക്കെ അതിനെ വിളിക്കുന്നത്. മാത്രമല്ല, ആ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രം സാറ് ശരിയായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ട് ചെറിയ തെറ്റുകളൊക്കെ പറച്ചിലിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ആലപ്പുഴയോടൊക്കെ അതിനെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ആലപ്പുഴയോട് നമുക്ക് അതിനെ ബന്ധിപ്പിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ സാമ്യപ്പെടുത്താൻ കഴിയില്ല. കാരണം അതിന് ചുറ്റും മലയിടുക്കുകളാണ്, മലകൾ. അപ്പോൾ ആ 2-3 മലകൾ ഇങ്ങനെ ചുറ്റിക്കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതിനകത്തെ ചില മലയിടുക്കുകളിലൂടെ ചില സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കാറ്റടിക്കുകയും അത് ചുഴലിയായിട്ട് രൂപപ്പെടുകയും അങ്ങനെ ആ കടലിലെ ഓളങ്ങളും തിരമാലകളൊക്കെ ഭയങ്കരമായിട്ട് 3-4 ആൾ പൊക്കത്തിലൊക്കെ കടലിനകത്ത് തന്നെ തിരമാലകൾ ഉണ്ടാകുകയും ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട്. അതാണ് കർത്താവായ യേശുക്രിസ്തുവും ശിഷ്യന്മാരും കൂടെയൊക്കെ കടലിൽ സഞ്ചരിച്ചപ്പോൾ, ബോട്ടിൽ സഞ്ചരിച്ചപ്പോൾ തിരമാലകൾ ഉയർന്നു എന്ന് വായിക്കുന്നത്. എന്നാൽ കൂടുതൽ സമയവും ഗലീല
തടാകം പോലെ തന്നെ ശാന്തമായി കിടക്കുന്ന ഒരു കടലാണത്. അതുകൊണ്ട് കടലെന്നോ കായലെന്നോ അല്ലെങ്കിൽ തടാകമെന്നോ ഒക്കെ അതിനെ പേര് വിളിച്ചാലും അതിനകത്ത് വൈരുദ്ധ്യങ്ങളൊന്നും തന്നെയില്ല. പിന്നെ യേശു കർത്താവ് ജനിച്ച കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം അദ്ദേഹം യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പഴയ നിയമ പ്രവചനത്തിൽ നിന്നുള്ള ഭാഗം അദ്ദേഹം മനസ്സിലാക്കിയിട്ടാണ് അത് പറയുന്നത്. യേശു ജനിക്കേണ്ടിയിരുന്ന സ്ഥലത്തെക്കുറിച്ച് യഹൂദന്മാർ വിശ്വസിച്ചനുസരിച്ച് യഹൂദിയയിലെ ബേത്ലഹേം എന്ന സ്ഥലത്താണ്. ഇത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് മീക പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ക്രിസ്തു ജയന്തിക്ക് 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രസ്താവിച്ച കാര്യമാണ്. യേശു ക്രിസ്തു മനുഷ്യാവതാരം എടുത്ത് ഈ ഭൂലോകത്തിലേക്ക് വരുന്നതിന് 600 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വളരെ കൃത്യമായി മീക പ്രവാചകനിലൂടെ അത് പ്രവചിച്ചിട്ടുണ്ട്. മീക പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. അത് പഴയ നിയമത്തിലാണ്. ആ പഴയ നിയമ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം നമുക്ക് പുതിയ നിയമത്തിൽ നിന്നും വായിച്ച് കേൾക്കാം. മീക പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ, നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനവുമായത് തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ വളരെ കൃത്യമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നുവെന്നും അവൻ്റെ പൂർവാസ്തിത്വം വ്യക്തമാക്കുന്നതുമായിട്ടുള്ള ഒരു പ്രവചന ഭാഗമാണ്. അത് പൂർത്തീകരിക്കപ്പെട്ടത് ബഹുമാനപ്പെട്ട പ്രൊഫസർ സി രവിചന്ദ്രൻ മാസ്റ്റർ കൂടെ ആവർത്തിച്ചിട്ടുള്ള മത്തായിയുടെ സുവിശേഷം, അദ്ദേഹത്തിന് സുവിശേഷങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സുവിശേഷമാണ് മത്തായിയുടെ സുവിശേഷം എന്ന് പറയുകയുണ്ടായി. അദ്ദേഹത്തിന് മാത്രമല്ല ഗാന്ധിജിക്കുമൊക്കെ ആ സുവിശേഷം വളരെയധികം സന്തോഷകരമായിട്ട് തോന്നിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അതിലെ പ്രഭാഷണങ്ങൾ, ഗിരിപ്രഭാഷണമൊക്കെ നമ്മുടെ ആദരണീയനായിരുന്ന നമ്മുടെ മഹാത്മാ ഗാന്ധിക്ക് വളരെയധികം ജീവിതത്തിൽ പകർത്തുവാനും അനുഭവിച്ച് വെളിപ്പെടുത്തുവാനും സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ മീക പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം അതിൻ്റെ പൂർത്തീകരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതലാണ്. ഞാനതൊന്ന് വായിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. ഹേരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേമൊക്കെയും ഭ്രമിച്ചു. ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട്, യഹൂദിയയിലെ ബേത്ലഹേമിൽ തന്നെ. യഹൂദിയ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദിയ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കുവാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹെരോദ വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കുവീൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിക്കുവീൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിനു മീതെ വന്നു നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടേയിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണ് യേശുവിനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് യേശുവിനെ പൊന്ന്, കുന്തിരുക്കം, മൂര് കാഴ്ചവെച്ചു. ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. അപ്പം ഇത് യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്ത് സംഭവിച്ചതായ ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. ചരിത്രത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഹെരോദ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വന്ന ആളുകൾ ചോദിച്ച് ഹെരോദ രാജാവിൻ്റെ കൊട്ടാരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിലും കൂടിയാണ് നമ്മൾ ഈ കേട്ടതായ കാര്യങ്ങൾ. അപ്പോൾ യേശുവിൻ്റെ ജനനം എന്ന് പറയുന്നത് ഒരു ചരിത്ര സത്യമായിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്നുള്ള സംശയത്തിന് അദ്ദേഹം തന്നെ ആ ഭാഗം വായിച്ചാൽ മറുപടി കിട്ടും എന്നുള്ളതാണ് എനിക്ക് വളരെ വിനീതമായിട്ട് പറയുവാനായിട്ടുള്ളത്. 5-ാമതായിട്ട് യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഗലീലക്കാരായിരുന്നുവെന്നും ആ മഹാഭൂരിഭാഗം വരുന്ന ആളുകൾക്കും എഴുതാനോ വായിക്കാനോ അറിയില്ലായിരുന്നു എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട പ്രൊഫസർ പറയുന്നത്. എന്നാൽ അതിനകത്തൊരു ചെറിയ തിരുത്തൽ അനിവാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത്
യഹൂദന്മാരുടെ ചരിത്രം നമ്മൾ ശരിയായി പഠിക്കാത്തതുകൊണ്ടാണ് ആ മിസ്റ്റേക്ക് സാർ വരുത്തിയത്. അന്നത്തെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ അന്നും ഇന്നുമൊക്കെ യഹൂദന്മാർ ബാല്യം മുതൽ തന്നെ അവരുടെ തിരുവെഴുത്തുകളെ പഠിപ്പിക്കാൻ വേണ്ടി റബിമാരുടെ അടുക്കിലേക്ക്, ശാസ്ത്രിമാരുടെ അടുക്കിലേക്ക് കുട്ടികളെ അയക്കുമായിരുന്നു. അവിടെ എഴുത്തും വായനയും അവരെ പഠിപ്പിക്കുക മാത്രമല്ല, അവർ ന്യായപ്രമാണം ശരിയായ വിധത്തിൽ പഠിക്കുമായിരുന്നു. 14 വയസ്സുവരെ, മിനിമം 14 വയസ്സുവരെ അവർ എഴുത്തും വായനയും പഠിക്കുകയും അവരെ ശാസ്ത്രിമാരുടെയും റബിമാരുടെയും ഒക്കെ കൂടെ ഇരുന്ന് വിദ്യ അഭ്യസിക്കുകയും ചെയ്യുന്നതായ ഒരു സമ്പ്രദായം പുരാതനമായിട്ടുള്ളതാണ്. യഹൂദന്മാരുടെ ചരിത്രാതീത കാലം മുതൽ തന്നെ യഹൂദന്മാർ അവർക്ക് സ്വന്തമായ ഒരു രാജ്യം ഉണ്ടാകുകയും സിനഗോഗുകളൊക്കെ പണിയപ്പെടുകയും ചെയ്തു കഴിഞ്ഞ സമയം മുതൽ ആ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് ന്യായപ്രമാണമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ മുതൽ അതവരെ പഠിപ്പിക്കണമെന്ന് ദൈവം മോശയോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബാല്യം മുതൽ തന്നെ പഠിപ്പിക്കുന്ന, എഴുത്തും വായനയും പഠിപ്പിക്കുന്ന ഒരനുഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമല്ല, അന്നത്തെ യഹൂദന്മാർക്ക് മാത്രമല്ല, യഹൂദന്മാരുമായിട്ടൊക്കെ ചേർന്ന് പാർക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഇപ്പം പിന്നെ സാറിൻ്റെ ഒരു ചെറിയ കമൻറ്റ് എനിക്ക് തിരുത്താനായിട്ട് ആഗ്രഹമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് യഹൂദന്മാർ തമ്മിൽ കണ്ടുകൂടായിരുന്നു എന്ന്. അത് വെറുതെയാണ്. അതിപ്പോൾ ഡൊമസ്റ്റിക് പ്രോബ്ലംസ് നമുക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതുപോലെയുള്ള പ്രോബ്ലംസേ അന്നും ഇന്നുമൊക്കെ അവരുടെ ഇടയിലും ഉള്ളൂ. അപ്പം അവർ നന്നായിട്ട് പഠിക്കുമായിരുന്നു. മാത്രമല്ല, അവരോടൊപ്പം പാർത്താടുള്ള ജനങ്ങളും ഈ മോശയുടെ ന്യായപ്രമാണത്തിലെയും പ്രവാചക പുസ്തകങ്ങളുടെയും സങ്കീർത്തന പുസ്തകങ്ങളുടെയും ഒക്കെ കാര്യങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമുള്ളവരായിരുന്നു. അവരത് അറിയാൻ കൊതിക്കുകയും അവരും ഒരു മശിഹായ്ക്ക് വേണ്ടിയൊക്കെ കാത്തിരിക്കുകയും ചെയ്തിരുന്ന സംഭവങ്ങൾ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പുതിയ നിയമത്തിൽ അദ്ദേഹം പറഞ്ഞ ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് എന്നാണ് അതിൻ്റെ പൂർണ്ണമായ പേര്. അപ്പോസ്തല പ്രവൃത്തികൾ. സുവിശേഷം കഴിഞ്ഞതിന് ശേഷം, 4 സുവിശേഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് അദ്ദേഹം പറഞ്ഞത് നമുക്ക് വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് അവർ ആ യഹൂദ സിനഗോഗിൽ പൗലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി പോയിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമമാകുന്ന തിരുവെഴുത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രസംഗിച്ചു. അവർ കാത്തിരുന്ന മശിഹ യേശു ക്രിസ്തുവാണെന്നുള്ള ആ വസ്തുത അവരോട് അറിയിച്ച സമയത്ത് അത് ചുമ്മാതെ അവർ കേട്ട് വിട്ടില്ല, ചുമ്മാതെ വിശ്വസിച്ചുമില്ല. അവർ അങ്ങനെ തന്നെയാണോ എന്ന് വളരെ മാന്യമായി പരിശോധിച്ചു. നമ്മളൊക്കെ പല കേൾവിക്കാരും പ്രഭാഷകനെ നമുക്കിഷ്ടമാണെങ്കിൽ പ്രഭാഷകൻ പറയുന്ന എല്ലാം നമ്മൾ അതുപോലെ അങ്ങ് ആസ്വദിക്കുകയും അതാണ് ശരിയെന്ന് നമ്മൾ ചിന്തിക്കുകയും ചെയ്യും. ഇപ്പോൾ രവിചന്ദ്രൻ മാഷ് തന്നെ വരുത്താറുള്ള നിരവധി ആശയക്കുഴപ്പങ്ങൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാതെ ആളുകൾ അതിന് കമൻ്റ് ഇട്ടിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. സൂപ്പറായിരിക്കുന്നു, നന്നായിരിക്കുന്നു എന്നൊക്കെ. പക്ഷേ ശരിയായിട്ട് അത് വിശകലനം ചെയ്യുന്ന, അതിനെക്കുറിച്ച് ഗ്രാഹ്യമുള്ള ഒരാൾ, ഞാനത് കേട്ടപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ എല്ലാ ഉത്തരങ്ങളും അത് ശരിയല്ലല്ലോ പലതും എന്നുള്ളത് എൻ്റെ മനസ്സിൽ കൂടെ വന്നു. കാരണം ഞാൻ ബൈബിളുമായിട്ടും സുവിശേഷങ്ങളുമായിട്ടും യേശു ക്രിസ്തുവുമായിട്ടൊക്കെ ഉള്ള ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പം അങ്ങനെ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് പ്രഭാഷകൻ പറയുന്നത് അതുപോലെ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ബൊരോവയ എന്ന് പറയുന്ന സ്ഥലത്തെ ആളുകൾ, ബൊരോവയ എന്ന് പറയുന്ന ആ സ്ഥലത്തെ യഹൂദന്മാരും യഹൂദന്മാരല്ലാതിരുന്ന വിജാതിയരായിട്ടുള്ള ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന യവനന്മാരെന്ന് പൊതുവെ അറിയപ്പെട്ടിരുന്ന അവരും ഒക്കെ എന്താ ചെയ്തെന്നറിയാമോ? ഈ കാര്യങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ തങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മശിഹ, രക്ഷകൻ, തങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, സ്വർഗത്തിലേക്ക് തങ്ങളെ കൊണ്ടുപോകാൻ കഴിവുള്ളവൻ, യഥാർത്ഥത്തിലുള്ള ക്രിസ്തു ഈ യേശു തന്നെയാണോ എന്ന് പരിശോധിക്കാൻ ആരംഭിച്ചു. എവിടുന്നാണെന്നറിയാമോ? അവരെ പഴയ നിയമ തിരുവെഴുത്തുകളെ ശരിയായി വിശകലനം ചെയ്ത് നോക്കിയപ്പോൾ നമ്മളവിടെ വായിക്കുന്നത് അവർ തിരുവെഴുത്തുകളെ ദിനംപ്രതി പരിശോധിച്ചു എന്നാണ്. ദിനംപ്രതി പരിശോധിച്ചു. അപ്പോൾ അവരെ പഠിക്കാനുള്ള താല്പര്യമായിരുന്നു, പഠിതാക്കളായിരുന്നു, അവർ പഠിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ആ തിരുവെഴുത്ത് നന്നായിട്ട് വായിക്കാനും എഴുതാനും ഒക്കെ നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ യഹൂദന്മാരല്ലാത്ത ആളുകൾ പോലും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു, യേശുവിൻ്റെ രക്ഷണ്യ പ്രവർത്തനത്തിൽ അവർ വിശ്വസിച്ചു എന്ന് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്. അപ്പോൾ രവിചന്ദ്രൻ മാഷ് പറഞ്ഞതായ ആ ഒരു മിസ്റ്റേക്കിനെ ഞാനൊന്ന് തിരുത്തുകയാണ്. അവിടെ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും എഴുത്തും വായനയും നന്നായിട്ട് അറിയുന്നവരായിരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർക്കും എഴുത്തും വായനയും നല്ല വിദ്യാഭ്യാസവും എല്ലാ വിധത്തിലുള്ള പുരോഗതിയും ഒക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. മാത്രമല്ല അവർ കേട്ടതായ കാര്യങ്ങളെ ചെവിക്കൊള്ളുവാൻ തക്കവണ്ണം അത്ര അന്ധരായിരുന്നില്ല. അവരത് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് അംഗീകരിച്ചത് എന്ന് കാണുമ്പോൾ അന്നത്തെ ആളുകളെ ബുദ്ധിമാന്മാരായിരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ സാറിൻ്റെ വീഡിയോ പ്രഭാഷണത്തിൽ അതിനകത്ത് 4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം
വലിയ മിസ്റ്റേക്ക് പറയുന്നുണ്ട്. അത് നാക്ക് കുഴഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം അറിയാതെ പറഞ്ഞായിരിക്കും. പഴയ നിയമത്തിൽ 27 പുസ്തകങ്ങളെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളുണ്ട്. അതിനുശേഷം അദ്ദേഹം 4 സുവിശേഷങ്ങളെ പറ്റി പറയുന്നുണ്ട്. അല്ലെ മാത്യു അഥവാ മത്തായി, മർക്കോസ് അഥവാ മീഖായേൽ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു കാര്യം കേൾക്കുന്നത്. ഞാൻ വലിയ പണ്ഡിതനൊന്നും അല്ലെങ്കിലും ഞാൻ ഞങ്ങളുടെ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പാളൊക്കെ ആയിട്ട് പ്രവർത്തിച്ചുള്ള വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള അറിവും വിദ്യാഭ്യാസവും ഒക്കെ എനിക്കുണ്ട്. തിയോളജിക്കൽ വിദ്യാഭ്യാസമൊക്കെ ഉള്ളതുകൊണ്ട് ആദ്യമായിട്ടാണ് ഇന്ന് ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ, പുതിയ നിയമ ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ ഇന്നോളം ആരും പറയാത്തൊരു കാര്യമാണ് മർക്കോസ് അഥവാ മീഖായേൽ എന്നുള്ളത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ കുറവായിരിക്കാം, ആ കാര്യത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യമില്ലായ്മയായിരിക്കാം. അതുപോലെ തന്നെ ലൂക്ക് അഥവാ ലൂക്കോസ്, ജോൺ അഥവാ യോഹന്നാൻ എന്നൊക്കെ അദ്ദേഹം പറയുന്നത് ഒക്കെ ശരിയാണ്. പക്ഷേ ചരിത്രത്തിൻ്റെ താളുകളിൽ എവിടെ പരിശോധിച്ചാലും മീഖായേൽ എന്ന് പറയുന്ന ഒരാൾ സുവിശേഷം എഴുതിയതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. മീഖായേലിനെ കുറിച്ച് ബൈബിളിൽ പരാമർശമുണ്ട്. അത് ആർക്കേഞ്ചലാണ്, ദൂതന്മാരുടെ ആർക്കേഞ്ചലാണ് മീഖായേൽ എന്നുള്ളത്. അത് പഴയ നിയമത്തിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയുള്ള നിരവധി തെറ്റുകൾ അജ്ഞതയിൽ നിന്ന് സാറ് പറയുന്നുണ്ട്. അത് ക്ഷമിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സാർ ഒന്നുകൂടെ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അടുത്തായിട്ട് 8ാമതായിട്ട് അപ്പോസ്തലന്മാരെ കുറിച്ച് സാറ് പറഞ്ഞ കാര്യത്തിൽ ഒരു ചെറിയ തിരുത്ത് അനിവാര്യമാണെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം ഫ്രണ്ട്സ്, കട്ട ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നു. അതിന് വേണ്ടിയിട്ടായിരുന്നില്ല, കട്ട ഫ്രണ്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല യേശുക്രിസ്തു അപ്പോസ്തലന്മാരെ നിയോഗിച്ചത്. അപ്പോസ്തോലൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, അപ്പോസ്തോലയെ എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആ പദം വന്നിരിക്കുന്നത്. അതൊരു ഗ്രീക്ക് വാക്കാണ്. അതിൻ്റെ അർത്ഥം പ്രത്യേക ദൗത്യത്തിന് വേണ്ടി അയക്കപ്പെടുന്നതാണ്, സെൻഡിങ് ഫോർ എ സ്പെഷ്യൽ പേർപ്പസ്. അപ്പോൾ ആ ഒരു പ്രത്യേക ദൗത്യം എന്തായിരുന്നു എന്നുള്ളതും വിശുദ്ധ സുവിശേഷ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിലും, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 13 മുതൽ ഉള്ള വാക്യങ്ങളിൽ നമുക്കത് കൃത്യമായിട്ട് കാണുന്നുണ്ട്. അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: തന്നോട് കൂടെയിരിക്കുവാനും തന്നിൽ നിന്ന് പഠിക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനായിട്ട് താൻ അയക്കപ്പെടുന്നിടത്ത് പോകുവാനും താൻ പ്രസംഗിക്കുവാൻ അയക്കുന്നിടത്തൊക്കെയും പോയി പ്രസംഗിക്കുവാനും വേണ്ടി അവൻ ബോധിച്ചവരെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അവർക്ക് അപ്പോസ്തലന്മാർ എന്നുള്ള പേരും കൊടുത്തു. അങ്ങനെയുള്ള അപ്പോസ്തലന്മാർക്ക് ഒരു ദൗത്യമുണ്ടായിരുന്നു. അവർ കട്ട ഫ്രണ്ടായിട്ട് നടക്കാനായിട്ടായിരുന്നില്ല, മറിച്ച് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനു വേണ്ടിയിട്ടാണോ ആ ദൗത്യത്തെ സർവ്വലോകത്തോടും അറിയിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം നൽകി അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരായിരുന്നു അപ്പോസ്തലന്മാർ. 9ാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് യേശു എന്നൊരു വ്യക്തി ജീവിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. അത് ചരിത്രത്തെ നമ്മളെ തിരസ്കരിക്കുന്നത് നമ്മുടെ പിതൃവ്യത്തെ നമ്മളെ തിരസ്കരിക്കുന്നതിന് തുല്യമായിരിക്കും. ക്രിസ്തു വന്നത് മോശയുടെ ന്യായപ്രമാണമൊക്കെ പൂർത്തീകരിക്കാനായിട്ടാകുന്നു എന്ന് സാറ് പറയുകയുണ്ടായി. ഞാനതിനെ അടിവരയിട്ട് സമ്മതിക്കുകയാണ്, അദ്ദേഹത്തിന് കൈ കൊടുക്കുകയാണ് ആ കാര്യത്തിൽ. കാരണം യേശു ക്രിസ്തുവിനെ കുറിച്ച് മോശ മാത്രമല്ല, മോശ പ്രവാചകനും മറ്റ് പ്രവാചകന്മാരും സങ്കീർത്തന പുസ്തകത്തിലൊക്കെ അഥവാ പഴയ നിയമത്തിലുടനീളം യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചും യേശു ലോകത്തിൽ വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ചും വളരെ കൃത്യമായിട്ട് പ്രവചിച്ചിരുന്നു. ആ പ്രവചനങ്ങളിൽ യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിൽ പോലും വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ലെന്ന് കർത്താവ് പറയുകയും ചെയ്തു. അത് സാറ് സമ്മതിച്ച് പറഞ്ഞതിനെ ഞാൻ അടിവരയിട്ട് സന്തോഷത്തോടുകൂടെ സാറിനെ ഞാൻ ശ്ലാഘിക്കുകയാണ്. 10ാമതായിട്ട് കേരളീയർക്ക് താല്പര്യം മത്തായിയുടെ സുവിശേഷമാണെന്ന് സാറ് പറഞ്ഞത് എനിക്ക് അത്ര അങ്ങോട്ട് യോജിക്കാൻ കഴിയുന്നില്ല, ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം മാത്രമല്ല, 4 സുവിശേഷങ്ങളും പുതിയ നിയമം മുഴുവനും പഴയ നിയമം അടങ്ങുന്ന സമ്പൂർണ്ണ ബൈബിള് മലയാളികളായിട്ടുള്ള ക്രൈസ്തവർക്ക് എല്ലാവർക്കും താല്പര്യമുള്ളതാണ്. മത്തായിയുടെ സുവിശേഷത്തിന് മാത്രം ഒരു പ്രത്യേകതയായിട്ട് ഞങ്ങൾ കാണുന്നില്ല. എല്ലാ സുവിശേഷങ്ങളും ഒരേപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ശ്ലാഘനീയമായിട്ട് തോന്നുന്നത്. പിന്നെ അദ്ദേഹം മത്തായിയുടെ സുവിശേഷത്തിലെ ഭാഷയെ ഷേക്സ്പിയറിൻ്റെ ഭാഷയോടുകൂടെ താരതമ്യപ്പെടുത്തുന്നുണ്ട്. അതിനകത്ത് എനിക്കൊരു ചെറിയ തിരുത്താൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷേക്സ്പിയർ തന്നെ സുവിശേഷത്തിൽ നിന്നും മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും മറ്റുള്ള ബൈബിളിൻ്റെ ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് കോട്ട് ചെയ്തിരിക്കുന്നതെന്ന് സാറ് തന്നെ സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷമാണ് പറയുന്നത് മത്തായിയുടെ സുവിശേഷം ഷേക്സ്പിയറിൻ്റെ കാവ്യങ്ങളോടൊക്കെ തുലനം ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അതിനോട് കുറച്ചുകൂടെ ആലങ്കാരികമായിട്ട് പറയുന്നതെന്നൊക്കെ പറഞ്ഞു. എങ്കിൽ പോലും അത് തിരിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. കാരണം ബൈബിളിലെ ഭാഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഒരാൾ എഴുതുന്നത് ആ ഉദ്ധരണിയോട്
ബൈബിള് നല്ലതാണ് എന്ന് പറയുന്നതിനേക്കാളും ഏതിൽ നിന്നാണോ ഉദ്ധരിച്ചിരിക്കുന്നത് ആണല്ലോ എപ്പോഴും ഉയർന്നു നിൽക്കേണ്ടത്. അതിനോട് താതാത്മ്യപ്പെടുത്താൻ മറ്റേതിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള, അങ്ങനെ സാധിക്കുകയൊന്നുമില്ല എന്നുള്ള നമുക്കറിയാം. എങ്കിലും ആ ഒരു താതാത്മ്യത്തിൽ സാറിനൊരു വലിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഭാഷ്യം. വേറൊരു കാര്യം കൂടെ, യേശു കർത്താവ് ഒരുപാട് കടങ്കഥകൾ പറഞ്ഞു എന്ന് സാറ് പറയുന്നു. അത് എനിക്ക് തോന്നുന്നത് സാറിൻ്റെ വാക്കുകൾ പിഴച്ചതായിരിക്കാം. സാറ് ബോധപൂർവ്വം അങ്ങനെ പറയല്ല. കാരണം സാറിന് ഈ പാരബിൾസും റിഡിൽസും തമ്മിലുള്ള വ്യത്യാസം അറിയാമെന്നാണ് എൻ്റെ ഊഹം. അദ്ദേഹം കോളേജ് പ്രൊഫസറാണ്, അപ്പം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറാണ്. പാരബിൾസും റിഡിൽസും എന്താണെന്നുള്ളത് നന്നായിട്ട് അദ്ദേഹത്തിന് അറിയാമെന്നതിന് യാതൊരു സംശയം ഉണ്ടാകുകയില്ല. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് യേശു ക്രിസ്തു ഒരുപാട് കടങ്കഥകൾ ഉപയോഗിച്ചു എന്നുള്ള. ഞങ്ങളുടെ നാട്ടിൽ ഞാറ് പറിക്കുന്ന അമ്മച്ചിമാർക്ക് പോലും കടങ്കഥ എന്താണെന്നും ഉപമ എന്താണെന്ന് തമ്മിലുള്ള വ്യത്യാസം അറിയാം. അപ്പോൾ സാറിനത് അറിയാതെ പോകുകയില്ല എന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ട്. സാറ് പറഞ്ഞപ്പോൾ പറ്റിയ തെറ്റായിരിക്കും. നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്കൊന്ന് കിടക്കാം. ഉപമ എന്ന് പറഞ്ഞാൽ പാരബിൾസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുള്ള എല്ലാ കുട്ടികൾക്കും അറിയാം. ക്ലാസ്സിലൊക്കെ നന്നായി പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. ഉപമ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനോടൊന്ന് സാദൃശ്യം ചൊല്ലുകിൽ ഉപമയം, അത് അങ്ങനെയല്ലേ പഠിപ്പിച്ചിരിക്കുന്നത്, ഞാൻ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നിനോടൊന്ന് സാദൃശ്യമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ഉപമ. അതിൻ്റെ കാരണവും പറയുന്നുണ്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ. എന്തുകൊണ്ടാണ് യേശു കർത്താവ് ഉപമ കൂടാതെ ഒന്നും അവരോട് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ കാരണം? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പ്രഭാഷണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ യേശു ക്രിസ്തു ഉപമയിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കുമെന്നുള്ള, നമുക്ക് സ്വർഗീയമായ കാര്യങ്ങളെ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളുമായിട്ട് താതാത്മ്യപ്പെടുത്തി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യക്ഷതയും കൂടി ആയിരുന്നല്ലോ യേശു ക്രിസ്തുവിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വർഗീയനായിട്ടുള്ള യേശു കർത്താവിന് സ്വർഗത്തിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലുള്ളവർക്കത് പെട്ടെന്ന് മനസ്സിലാകുകയില്ലെന്നുള്ളത് കർത്താവിൻ്റെ ചില ഉത്തരങ്ങളിൽ കൂടെയും അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കടങ്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. ഞങ്ങളുടെയൊക്കെ കുഞ്ഞുനാളിൽ ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് 5ാം ക്ലാസ്സിലും 6ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് പറയാറുണ്ട്, നമുക്ക് റിഡിൽസ് പറഞ്ഞ് കളിക്കാം, കടങ്കഥകൾ പറയാം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞെട്ടില്ല വട്ടയില, ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്നൊക്കെ പറയുന്ന അതൊക്കെയാണ് കടങ്കഥകൾ. ഉപമ എന്ന് പറയുമ്പോൾ അത് സാദൃശ്യമായിട്ടുള്ളതാണ്. നമുക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിന്റെ മുഖം, അല്ലേ, രാജാവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അണികളൊക്കെ പറയുന്നതായ കാര്യം. അതേപോലെ ഈ കടങ്കഥകൾ എന്ന് പറയുന്നത് ഓടിഞ്ഞ് കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന് പറയുന്നത് ചെരുപ്പാണെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ ഞെട്ടില്ല വട്ടയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പടമാണെന്നറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ കൂടെയൊക്കെ സാറ് മനസ്സിലാക്കിയിട്ട് വേണമായിരുന്നു സുവിശേഷത്തിൽ നിന്നൊക്കെ എടുത്ത് കാര്യങ്ങൾ പറയുവാനായിട്ട്. പിന്നെ യേശു പറയുന്ന കാര്യങ്ങളെ ഗ്രീക്ക് പണ്ഡിതന്മാർ എഴുതി വെച്ചതാണ് എന്ന് സാറ് പറയുന്നുണ്ട്. അത് വളരെ ഹീനമായിട്ടുള്ള ഒരു താരതമ്യപ്പെടുത്തലാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യേശു കർത്താവ് പറഞ്ഞായിട്ടുള്ള കാര്യങ്ങളെ യേശുവിൻ്റെ ശിഷ്യന്മാരായിരുന്ന അപ്പോസ്തലന്മാർ രേഖപ്പെടുത്തിയപ്പോൾ ഗ്രീക്ക് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് എന്ന് സാറ് ഉദ്ദേശിച്ചുവെങ്കിൽ അത് വളരെ കറക്റ്റാണ്. ആ ഒരു അറിവിനെ ഞാൻ ശ്ലാഘിക്കുന്നു. 13-ാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഇവർക്ക് ആർക്കും തന്നെ യേശുവുമായിട്ടൊരു ബന്ധമില്ലായിരുന്നു എന്ന് സാറ് പറഞ്ഞത് തികഞ്ഞ അജ്ഞത കൊണ്ടാണ്. കാരണം സാറ് വേദപുസ്തകം വായിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ആളുകളെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയൊക്കെ. ഞാൻ അതിനകത്ത് സാറിനോട് ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു. എന്നാൽ സാറ് അത് വായിച്ചിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇവർക്ക് ആർക്കും തന്നെ യേശുവുമായിട്ട് ബന്ധമില്ലായിരുന്നു എന്ന് സാറ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ അരുമ ശിഷ്യനായിരുന്നു യോഹന്നാൻ. യേശുവിൻ്റെ അരുമ ശിഷ്യനായിരുന്നു. ഏറ്റവും യേശു സ്നേഹിച്ച ശിഷ്യന്മാർ, യേശുവിനെ അധികമായി സ്നേഹിച്ച ശിഷ്യൻ എന്നൊക്കെയാണ് യോഹന്നാനെ കുറിച്ച് പറയുന്നത്. അത് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യൻ മാത്രമായിരുന്നില്ല. യോഹന്നാൻ യേശുവിൻ്റെ മാതാവായിരുന്ന വിശുദ്ധ മറിയയുടെ സഹോദരിയായിരുന്ന ശലോമിയുടെ മകനും കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ ചാർച്ചക്കാരായിരുന്നു. ദേവർ കസിൻസ്. അവരെ രണ്ടുപേരും ചാർച്ചക്കാരായിരുന്നു, ബന്ധുക്കളായിരുന്നു, സഹോദരങ്ങളായിരുന്നു ആ വിധത്തിൽ. മാത്രമല്ല ഈ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ, യേശു ക്രിസ്തുവിനെ സ്നാനം നൽകിയതായിട്ടുള്ള സ്നാപക യോഹന്നാൻ, ആ സ്നാപക യോഹന്നാൻ്റെ ശിഷ്യനും കൂടിയായിരുന്നു. ആ യോഹന്നാൻ സ്നാപകൻ യേശു ക്രിസ്തു തൻ്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ടിട്ട് 2 പ്രാവശ്യം ഇതേ വാചകം പറയുന്നുണ്ട്. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം മുതൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്.
ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യേശുവിനെ നോക്കിക്കൊണ്ട്, യേശുവിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് തൻ്റെ കൂടെ നിന്നായ ആളുകളോട് പറയുന്നു. അത് കേട്ടിട്ട് യോഹന്നാൻ സ്നാപകൻ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കുന്നു. ഒരാൾ അന്ത്രയോസും മറ്റൊരാൾ യോഹന്നാനുമാണ്. അപ്പോൾ ആ യോഹന്നാനും അന്ത്രയോസും യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അപ്പോൾ അവർ പറയുന്നു, ഗുരു, അങ്ങ് എവിടെ പാർക്കുന്നു? വന്ന് കാണുക എന്ന് യേശു പറയുകയും അന്ന് യേശുവിനോട് കൂടെ അവർ പാർക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അവരുടെ സാക്ഷ്യം, അവരുടെ അനുഭവം അവർ പങ്കുവെച്ചതാണ്, ഇത് നാം കാത്തിരുന്നവനായ മശിഹായെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. കാരണം അവർക്ക് മനസ്സിലായി, അവരെ ആഗ്രഹിച്ച, അവർ കാണുവാൻ കൊതിച്ചവനായിട്ടുള്ള, അവരെ അറിയുവാൻ ആഗ്രഹിച്ചുള്ള നിത്യജീവനെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവാണ് ജീവൻ്റെ ഉറവിടമെന്നുള്ളത് ഒറ്റ ദിവസത്തെ പാർപ്പ് കൊണ്ട് അവർക്ക് മനസ്സിലായി, പാർക്കൽ കൊണ്ട് മനസ്സിലായി. അതവർ വന്ന് സാക്ഷ്യം പറയുന്നതായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ സാറ് ഈ AD BC എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിനകത്തും സാറിനൊരു ചെറിയ തെറ്റ് പറ്റിയോ എന്നെനിക്കൊരു സംശയമുണ്ട്. സാറെ ഗ്രിഗോറിയൻ കലണ്ടറിനെ കുറിച്ചുള്ള ഉത്ഭവം വായിച്ച് കാണത്തില്ല. ഗ്രിഗോറിയൻ കലണ്ടർ, അദ്ദേഹം പോപ്പായിരുന്നു എന്നുള്ള അറിയാമല്ലോ. ഗ്രിഗോറിയൻ 13-ാമൻ പോപ്പായിരുന്നു. ആ പോപ്പാണ് ആദ്യമായിട്ട് ഒരു കോമൺ കലണ്ടർ ലോകത്തിൽ ഉണ്ടാക്കി. അതുവരെ പല കലണ്ടറുകൾ ഉണ്ടായിരുന്നു. ഓരോ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഓരോ ഭാഷയ്ക്ക് വേണ്ടിയിട്ട്, ഓരോ സംസ്കാരത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടൊക്കെ കലണ്ടറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ 1582 ഒക്ടോബർ മാസം 15-ാം തീയതി ഗ്രിഗോറിയൻ ഒരു കലണ്ടർ രൂപീകരിച്ചു. ആ കലണ്ടറിൽ എഴുതിയിരിക്കുന്ന അനോ ഡോമിനി എന്നും ബിഫോർ ക്രൈസ്റ്റ് എന്നുമാണ്. അനോ ഡോമിനി എന്നുള്ള ലാറ്റിൻ വാക്കാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവിൻ്റെ വർഷം എന്നാണ്. നമ്മുടെ കർത്താവിൻ്റെ വർഷം. BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ്. ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കോമൺ എറ എന്നോ CE എന്നൊക്കെ നമ്മൾ വായിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ സാറ് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിന് മുമ്പ് അംഗീകരിച്ചിരുന്നത് അനോ ഡോമിനി എന്ന് തന്നെയാണ്. അപ്പം നമ്മൾ ചരിത്രത്തെ വികലമാക്കാൻ, അതിനെ ഏതെങ്കിലും തരത്തിൽ ഒടിച്ചു മറിക്കാനൊക്കെ ശ്രമിച്ചാലും ആ ചരിത്രം ചരിത്രമായി തന്നെ കിടക്കും. യാഥാർത്ഥ്യം യാഥാർത്ഥ്യം തന്നെയാണ്. സത്യത്തിന് സത്യത്തിൻ്റെ മുഖമുണ്ട്. അതെന്നായാലും 3 ദിവസത്തിനുള്ളിൽ ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ളത് മറന്നു പോകരുത്. പിന്നെ സാറ് പറഞ്ഞു യൂദാസ് എഴുതിയ സുവിശേഷം. എനിക്കൊരു ചെറിയ സംശയം സാറിനോട് ചോദിക്കാനുള്ളത്, യൂദാസ് ഇസ്കരിയാത്താവാണോ അതോ യൂദാസ് വേറെ യൂദയുണ്ട്, ആ യൂദയാണോ? അതിനെക്കുറിച്ച് സാറിന് അത്ര ഒരു ഗ്രാഹ്യം ഉണ്ടായിരുന്നെങ്കിൽ സാർ കുറച്ചും കൂടെ അത് വിശകലനം പറയുമായിരുന്നു. അതില്ലാത്തതുകൊണ്ടാണ് യൂദാസ് ഇസ്കരിയാത്താവ് എന്ന് തന്നെ ഉള്ള അർത്ഥത്തിൽ പറഞ്ഞു. യേശുവിനെ കാണിച്ചു കൊടുത്ത, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ എന്ന് പറഞ്ഞു. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് ഇസ്കരിയാത്താവാണ്. അദ്ദേഹം കെട്ടിഞ്ഞാന്ന് ചാകുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് സുവിശേഷം എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അദ്ദേഹം സാറ് പറയുന്നു യൂദായുടെ സുവിശേഷം, ഈ ഇസ്കരിയാത്ത യൂദായുടെ സുവിശേഷം DC ബുക്ക് സ്റ്റോളുകാർ പരിശോധിച്ച് അവർ പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാർ അത് വായിച്ചാൽ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഒന്നും കാണുകയില്ല. കാരണം ആത്മഹത്യ ചെയ്യുന്ന ഒരുവനെ എഴുതിയിരിക്കുന്നത് എന്തായിരിക്കും, അതിനകത്തൊന്നും കാണുകയില്ല. പക്ഷേ അദ്ദേഹം ആത്മഹത്യ ചെയ്തതിന് ശേഷമാണോ അതിന് മുമ്പാണോ എഴുതിയെന്നും കൂടെ സാർ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരിക്കും. അടുത്ത 16-ാമതായിട്ട് പിന്നെ കർണൻ്റെ കഥയും മോസസിൻ്റെ കഥയും ഒക്കെ ഏതാണ്ട് ഒരുപോലെയാണെന്ന് പറയുന്നു. സാർ അത്ര നിസ്സാരമായിട്ട് അതിനെ കണ്ടത് വളരെ തെറ്റായിപ്പോയി എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. മോശ 40 ദിവസമല്ല മരുഭൂമിയിൽ കൂടെ നടന്നത്. ഇസ്രായേൽ മക്കളെ കൊണ്ട് നടന്നത് 40 വർഷമാണ്. പിന്നെ ഇസ്രായേൽ എന്ന് പറയുന്നത് രാജ്യമില്ലായിരുന്നു എന്നൊക്കെ സാറ് പറയുന്നു. പഴയ നിയമത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ രൂപപ്പെട്ടതിനെക്കുറിച്ചും ഇസ്രായേലിൽ എത്ര ഗോത്രങ്ങളുണ്ടായിരുന്നെന്നും എവിടെയൊക്കെയായിരുന്നു അവരുടെ അതിരുകളെന്നും ഏതൊക്കെ പ്രവിശ്യകൾ കൂടിയിട്ടുള്ളായിരുന്നെന്നൊക്കെ വളരെ കൃത്യമായിട്ട് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. സാർ ആ ഭാഗം കൂടെ ഒക്കെ വായിച്ചിട്ട് ഇതുപോലുള്ള പബ്ലിക് ഓഡിയൻസിൻ്റെ മുമ്പിൽ വരാവൂ എന്ന് ഞാൻ താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് സാറിൻ്റെ അത്രയും വിവരമോ അത്രയും വിദ്യാഭ്യാസമോ ഒന്നുമില്ല, സാറിൻ്റെ അത്രയും സ്വാധീന ശക്തികളില്ല. എങ്കിലും സാറിനോടുള്ള ആദരവ് കൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾ സ്വയമേ നമ്മുടെ അജ്ഞതയെ ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കുറച്ച് അറിവുകൾ സമ്പാദിച്ചിട്ട് ആ അറിവിൽ നിന്ന് കാര്യങ്ങൾ പറയുന്നത്. 17-ാമതായിട്ട് പരാജയമാണ് വിജയം മക്കളെ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട് ക്രൈസ്തവ സമൂഹത്തെ. സാറേ, ഞങ്ങൾ ഈ പരാജയത്തെയും വിജയത്തെയും സാറിൻ്റെ കണ്ണിലൂടെ അല്ല കാണുന്നത്. വാളെടുക്കുന്നവനും ഭീഷണിപ്പെടുത്തുന്നവനാണ് വിജയാളി എങ്കിൽ സാർ വിജയാളിയാണ്. ഞങ്ങളതല്ല വിജയത്തിന് കൊടുത്തിരിക്കുന്ന മാനദണ്ഡവും അതിൻ്റെ അർത്ഥവും. ഞങ്ങൾ സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ജീവിത ശൈലിക്കാണ്.
അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ ശത്രുത ഇല്ലാതാകുന്നതാണ്. അതിനെ പരാമർശിക്കാനും അതിനെ വിമർശിക്കാനും ഒക്കെ സാറിനും സാറിൻ്റെ അനുയായികൾക്കും ഒക്കെ അധികാരമുണ്ട്. നിങ്ങൾക്കത് ചെയ്യാം, അതൊന്നും സാരമില്ല. അങ്ങനെ വാളെടുക്കുന്നതായിരുന്നു വിജയമെങ്കിൽ ഗാന്ധിജി പരാജയപ്പെട്ടവനാണെന്ന് സാറ് പറയുമായിരിക്കും. 18-ാമതായിട്ട് 4 സുവിശേഷങ്ങൾ വായിക്കുവാനായിട്ട് സാറ് ആഹ്വാനം ചെയ്യുന്നുണ്ട്. സാർ ആ കാര്യം വളരെ ഭംഗിയായിട്ട് തന്നെ ജനങ്ങളോട് പറയുന്നു, അത് വായിക്കണം എന്നത്. എന്നാൽ സാറ് 4 സുവിശേഷങ്ങൾ വായിച്ചിട്ടില്ല എന്നുള്ളത് സാറിൻ്റെ പ്രഭാഷണത്തിൽ ധാരാളം ഭാഗത്ത് കാണാം. അതിന് ഒരു ഉദാഹരണം കൂടെ പറയണം. ധാരാളം ഉദാഹരണം ഞാൻ പറഞ്ഞു, ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. ഒരു ഉദാഹരണം കൂടെ പറയട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28 അധ്യായങ്ങളുണ്ടെന്ന് പറഞ്ഞു. പിന്നെ മർക്കോസിൻ്റെ സുവിശേഷം സാറ് പറഞ്ഞു 16 അധ്യായങ്ങളുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 23 അധ്യായം എന്ന് പറഞ്ഞു. പിന്നെ യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം. ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ സാറ് പറയുന്നത് മൊത്തം പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളെല്ലാം കൂടെ 80 അധ്യായങ്ങൾ. മത്തായിയുടെ സുവിശേഷം 28 അധ്യായങ്ങളുണ്ട്, മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായം ഉണ്ട്, ലൂക്കോസിൻ്റെ സുവിശേഷം 23 അല്ല 24 അധ്യായങ്ങളുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം 21. ഇങ്ങനെയുള്ള അധ്യായങ്ങളെല്ലാം കൂടി ചേരുമ്പോൾ 89 അധ്യായങ്ങളാണ്. 89 അധ്യായങ്ങൾ, 80 അല്ല. അപ്പോൾ സാറ് ലൂക്കോസിൻ്റെ സുവിശേഷം വായിച്ചിരുന്നെങ്കിൽ അതിൽ 24 അധ്യായങ്ങൾ ഉണ്ടായിരുന്നെന്നും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ചൊക്കെ ആ ഭാഗത്ത് സാറിന് കാണാമായിരുന്നു. സാർ ആ ഭാഗം വായിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. 19-ാമതായിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു വിശകലനം ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ എസൻസുകാരുടെ ഒരുപാട് യൂട്യൂബുകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാത്തിലും ഞാൻ കേട്ട് ചിരിച്ച് കളഞ്ഞിട്ടുണ്ട്. ജോർജ് ഉണ്ടൻസിൻ്റെ ഒക്കെ ബൈബിൾ തുറന്നപ്പോൾ എന്നൊക്കെ പറയുന്നത് അത് കേട്ടിട്ട് എൻ്റെ ഇടവകയിലെ ഒരു പയ്യൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, വെച്ചാൽ എന്തോ ഒരു വിഡ്ഢിത്തരങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. എന്നിട്ട് ആ പയ്യൻ പറഞ്ഞൊരു ഒരു കാര്യം ഇങ്ങനെയാണ്, ബൈബിൾ തുറന്നതേ ഉള്ളൂ, അദ്ദേഹം വായിച്ചില്ലല്ലോ എന്ന്. ശരിയാണ്. ഇപ്പോൾ ജോർജ് ഉണ്ടൻസിനെ പോലുള്ള ആളുകൾക്കൊന്നും മറുപടി കൊടുക്കേണ്ടത് ആവശ്യമില്ല. പക്ഷേ സാർ അങ്ങനെയല്ല. സാർ ഒരു പ്രൊഫസറാണ്. സാറിൻ്റെ മുമ്പിൽ ഇരിക്കുന്നതായ ആളുകളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കേണ്ടുന്നതും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കേണ്ടുന്ന ആളാണ്. പക്ഷെ സാറ് സത്യത്തിൽ നിന്ന് അസത്യത്തിലേക്കും വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കുമാണ് ആളുകളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, വിദ്യാർത്ഥികളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. സാറിൻ്റെ വിദ്യാർത്ഥികൾ എങ്ങനെയായിരിക്കും പുറത്തു വരിക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആശങ്ക. സാർ അതിനെ വിമർശിച്ചേക്കാം, ആശങ്കപ്പെടണ്ടെന്ന് പറഞ്ഞേക്കാം, പക്ഷേ ആശങ്കയുണ്ട് സാറേ. കാരണം ഇത്ര പച്ചയായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ഇതിനകത്തൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളപ്പോൾ ഇതാർക്കും വായിച്ചാൽ മനസ്സിലാകുമെന്ന് സാർ തന്നെ പറഞ്ഞിട്ട് അതിനകത്തെ കാര്യങ്ങൾ തെറ്റിച്ച് പറയുകയും അതിനകത്തെ കാര്യങ്ങൾക്കെതിരെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ, ഉള്ള കാര്യങ്ങൾക്കെതിരെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് എന്ത് സത്യമാണ്, എന്ത് യുക്തിയാണ് സാറിനുള്ളത് എന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അത് 20-ാമതായിട്ട് പുതിയ നിയമം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കപ്പെടുന്നു, ഏറ്റവും അധികം പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു, ഏറ്റവും അധികം പ്രിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് സാറ് പറഞ്ഞതിനെ ഞാൻ 100% അംഗീകരിച്ച് മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഇത് വായിക്കുവാൻ സാർ പലരെയും ആഹ്വാനം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും വായിക്കണം. വായിക്കുക മാത്രമല്ല, അത് വായിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. കാരണം സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. ബൈബിളിൻ്റെ നിസ്തുല്യം എന്താണെന്ന് അറിയാമോ? 40-ൽ പരം എഴുത്തുകാർ 1500-ൽ പരം വർഷങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് എഴുതിയിരിക്കുന്നതാണ് വിശുദ്ധ ബൈബിൾ. ഓരോ വ്യക്തികളുടെയും സംസ്കാരങ്ങളും ഓരോ വ്യക്തികളുടെയും ജീവിതചര്യകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ബൈബിളിലെ പ്രതിപാദ്യ വിഷയങ്ങൾ. ആ പ്രതിപാദ്യ വിഷയങ്ങൾ, അതിനകത്തുള്ള കാര്യങ്ങൾ കുറച്ച് നാളുകൾക്കുള്ളിൽ ഏതെങ്കിലും ഒരു മലക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ വന്ന് നിർബന്ധിച്ച് പിടിച്ച് വായിക്കടാ എന്ന് പറഞ്ഞ് വായിക്കാൻ അറിയാത്തവനെ കൊണ്ട് ഭീഷണിപ്പെടുത്തി വായിപ്പിക്കുകയോ പേടിച്ചരണ്ട് കിടക്കുന്നവനെ കൊണ്ട് വായിച്ച് പറയടാ എന്ന് പറയിക്കുന്നതല്ല. മറിച്ച് ദൈവ ഭയം, ദൈവ സ്നേഹം, ദൈവനീതി, ദൈവകൃപ ഇവ ഉള്ളതായ ആളുകൾ, അവർക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് ദൈവ നിശ്വാസ്യമായി ലഭിച്ച്, അരുളപ്പാടെന്ന് പറയുമ്പോൾ ചിലർക്ക് നേരിട്ട് അരുളപ്പാട് കിട്ടി, വേറെ ചിലർ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായിട്ട് ദൈവിക സത്യങ്ങളെ എഴുതുവാനായിട്ട് അവരുടെ ജീവിതാനുഭവത്തിൽ നിന്നും അല്ലാതെയും ദൈവത്തിൻ്റെ ആത്മാവർക്ക് ബോധ്യമാക്കി കൊടുത്ത കാര്യങ്ങളെ എഴുതുവാൻ പരിശുദ്ധാത്മാവരെ സഹായിച്ചു. അങ്ങനെ മാനുഷികമായി മനുഷ്യരെഴുതിയതായിട്ടുള്ള കാര്യങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുദ്രയിട്ടു. അതിനെ കാനൂനികമാക്കി ലഭ്യമായതാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് എഴുതിയ ആളുകൾ ദൈവിക കൃപയും ദൈവിക പരിജ്ഞാനവും ഉള്ളവരായിരുന്നു. അത് വായിക്കുന്ന ആളുകൾക്കും അതേ കൃപയും പരിജ്ഞാനവും ദൈവം നൽകി തരുന്നതാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 21-ാമതായിട്ട് ആദ്യത്തെ സുവിശേഷം എഴുതിയത് മർക്കോസ് ആണെന്ന് സാറ് പറയുന്നു. ശരിയാണ്.
ആ മർക്കോസിൻ്റെ സുവിശേഷം അതിനെ അവലംബിപ്പിച്ച് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം എഴുതിയത് മർക്കോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് യേശുവുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു സാറ് പറയുന്നതിന് ഒരു മറുപടിയും കൂടെ പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകാം. സാറ് പറഞ്ഞല്ലോ മർക്കോസ് എന്ന് പറയുന്ന വ്യക്തി യേശുവിനെ കണ്ടിട്ടില്ല, യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല, യേശുവിനെ കേട്ടിട്ടില്ല എന്ന്. എന്നാൽ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 51-52 വാക്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, ഒരു യുവാവ് വെറും ശരീരത്തിന്മേൽ പുതപ്പ് പുതച്ചുകൊണ്ട് യേശുവിനെ അനുഗമിച്ചു. അവർ ആ ചെറുപ്പക്കാരനെ പിടിച്ചു. അവനോ പുതപ്പ് വിട്ട് നഗ്നനായി ഓടിപ്പോയി. അത് മർക്കോസിനെ കുറിച്ച് തന്നെ മർക്കോസ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതാണ്. ചരിത്രവും ബൈബിളിൻ്റെ പണ്ഡിതാക്കളുടെ പരിഭാഷകളിലും ഒക്കെ അത് വളരെ കൃത്യമായിട്ട് അവരുടെ ഇൻ്റർപ്രിട്ടേഷനിലും അതൊക്കെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, വ്യാഖ്യാനങ്ങളിലൊക്കെ. 22-ാമതായിട്ട് സിനോപ്റ്റിക് ഗോസ്പൽസ് എന്നതിൻ്റെ വിവരണം സാറ് പറഞ്ഞു. അതൊരു ശരിയാണ്, സാറ് പറഞ്ഞ ആ വാക്ക് കറക്റ്റാണ്, സമഗ്രം എന്നാണ്. എന്നാൽ ഓരോ കോണ്ടെക്സ്റ്റിലും ഓരോ വാക്കുകൾക്കും വ്യത്യസ്തമായ അർത്ഥമുണ്ടെന്നുള്ളത് സാറ് തന്നെ ക്ലിയറായിട്ട് മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലും കൂടെ ഞാൻ പറയട്ടെ. ബൈബിളിലെ സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന് പറയുന്ന 4 സുവിശേഷങ്ങളിൽ ആദ്യത്തെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷം, ഈ 3 സുവിശേഷങ്ങളെ മലയാളത്തിൽ പറയുമ്പോൾ, ഇംഗ്ലീഷിൽ നമ്മൾ സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന് പറയുന്നു, മലയാളത്തിൽ പറയുമ്പോൾ സമവീക്ഷണ സമാന്തര സുവിശേഷം എന്നാണ്. സമവീക്ഷണ സമാന്തര സുവിശേഷം, ഒരേപോലെയുള്ള ആശയങ്ങളോടുകൂടെ ഒരേ കാര്യത്തെ അവർ പല കോണുകളിൽ നിന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം സാറ് പറഞ്ഞ കറക്റ്റാണ്, തുലവും വ്യത്യസ്തമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ദൈവികത്വത്തിൻ്റെ പൂർണ്ണതയാണ് യോഹന്നാൻ യേശു ക്രിസ്തുവിലൂടെ അല്ലെങ്കിൽ യേശുവിൻ്റെ പ്രവർത്തികളിലൂടെ യേശുവിൻ്റെ പ്രഭാഷണങ്ങളിലൂടെ ഒക്കെ കൃത്യമായിട്ട് വരച്ച് കാണിക്കാനായിട്ട് ആഗ്രഹിച്ചത്. ലോഗോസ് എന്നുള്ള പദവും ഒക്കെ അതുകൊണ്ടാണ് അവിടെ കൃത്യമായി കൊണ്ടുവരുന്നത്. ഗ്രീക്കരുടെ പരിജ്ഞാനം, പാണ്ഡിത്യം സാർ നേരത്തെ പറഞ്ഞ് വളരെ കറക്റ്റാണ്. വളരെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളായിട്ട് അവരെ പരിശുദ്ധാത്മാവാം ദൈവം ഇടയാക്കി വളർത്തിയെടുത്തു. യേശു ക്രിസ്തുവിനോട് കൂടെ നടന്നപ്പോൾ അവർ സ്വർഗീയ ജ്ഞാനമുള്ളവരായി തീർന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം അവർ കണ്ട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ മറ്റ് 3 പേര്, മത്തായിയുടെ സുവിശേഷവും മർക്കോസിൻ്റെ സുവിശേഷവും ലൂക്കോസിൻ്റെ സുവിശേഷവും ഒക്കെ എഴുതുമ്പോൾ അവർ കൃത്യമായിട്ട് അവരുടെ ഓഡിയൻസ് ആരാണെന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. മാത്രവുമല്ല, ലൂക്കോസ് ഒരു യഹൂദനായിരുന്നില്ല. സാറ് പറഞ്ഞു യഹൂദന്മാരുടെ യേശു ക്രിസ്തു ഒരു വലിയ വർഗീയനായിരുന്നു എന്നുള്ള അർത്ഥത്തിലൊക്കെ. അത് സാറിന് അറിയില്ലായ്മ കൊണ്ട് പറയുന്നതാണ്, സാരമില്ല. സാർ കൂടുതൽ പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ 2 പ്രധാനികളായിരുന്നു. ഒന്ന് മത്തായി, മറ്റൊന്ന് യോഹന്നാൻ. ആ കാര്യം ഞാൻ പറഞ്ഞു. ലേവി എന്ന് വിളിക്കപ്പെട്ട മത്തായി, അദ്ദേഹം നന്നായിട്ട് എഴുത്തും വായന അറിയുന്നവരായിരുന്നു. കാരണം ചുങ്കസ്ഥലത്തിരുന്ന ആളാണ്, ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന ആളാണ്. മാത്രമല്ല യോഹന്നാൻ യേശു സ്നേഹിച്ച ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ശിഷ്യനായിരുന്നു. മർക്കോസും യേശുവിനെ നേരിട്ട് കാണുകയും യേശുവിൽ നിന്ന് കേൾക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഈ മർക്കോസിൻ്റെ മാളികയിലാണ് അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടിയതും യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം അവർ ഒരുമിച്ച് കൂടിയിരുന്ന് പഠിച്ചതും. മറ്റൊരു കാര്യം കൂടെ, യോഹന്നാൻ യേശു ക്രിസ്തുവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയപ്പോൾ യേശുവിൻ്റെ ദൈവീകത്വത്തെയാണ് ആരംഭം മുതൽ അവസാനം വരെയും വെളിപ്പെടുത്തുന്നത്. അപ്പം ലൂക്കോസ് ആകട്ടെ, അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു, അദ്ദേഹം ഒരു യവനായിരുന്നു, അഥവാ യഹൂദനല്ലായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ സുവിശേഷം എഴുതിയ ആളുകൾ യഹൂദന്മാർ മാത്രമല്ല അല്ലാത്തവരുമുണ്ട്. അത് സഭാപിതാക്കന്മാർ അന്നേ അംഗീകരിക്കുകയും അവർ ആ കാനൂനിക സുവിശേഷങ്ങളായിട്ട് ആ 4 തിരഞ്ഞെടുക്കുകയും ചെയ്തു. മഗ്ദലക്കാരത്തി സുവിശേഷം എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. മഗ്ദലക്കാരത്തി എഴുതിയ സുവിശേഷം സാറ് വായിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്, കുറച്ച് അറിവുകളൊക്കെ അതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. പക്ഷേ വേദപുസ്തകം അംഗീകരിച്ചിരിക്കുന്ന സുവിശേഷങ്ങൾ 4 പുസ്തകങ്ങളാണ്. അതെങ്കിലും സാറൊന്ന് വായിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. 23-ാമതായിട്ട് യേശു ക്രിസ്തു എന്ന സങ്കല്പം. യേശു ക്രിസ്തു ഒരു സാങ്കല്പിക കഥാപാത്രമാണെങ്കിൽ സാർ ഇത്രയും മെനക്കെട്ട്, ഇത്രയും വിഷാദിച്ച്, ഇത്രയും തെറ്റുകൾ കൊണ്ടാണെങ്കിൽ പോലും ഇത്രയും ഒരു വലിയ പ്രഭാഷണം നടത്തേണ്ടത് ആവശ്യമില്ല. 25-ാമതായിട്ട് യേശുവിൻ്റെ രൂപത്തെക്കുറിച്ചുള്ള തർക്കങ്ങളൊക്കെ സാറ് പറയുകയുണ്ടായി. എന്നാൽ ഞാൻ ഇനി ബാക്കിയുള്ളതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. ഇത്രയും കേട്ടപ്പോൾ തന്നെ കേൾവിക്കാർക്ക് മനസ്സിലായല്ലോ അദ്ദേഹത്തിന് ബൈബിളുമായിട്ടോ സുവിശേഷവുമായിട്ടോ യേശു ക്രിസ്തുവുമായിട്ടോ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടുള്ള അറിവ് എത്രയുണ്ടെന്നുള്ളത് മനസ്സിലായി. ഇനി ഞാൻ ഒരൊറ്റ ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന യോഹന്നാൻ, നേരത്തെ പറഞ്ഞല്ലോ യോഹന്നാനുമായിട്ട് ബന്ധമില്ലായിരുന്നു, യേശുവുമായിട്ട് ബന്ധമില്ലായിരുന്നു.
എന്നാൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ചാർച്ചക്കാരനായിരുന്നു എന്ന് പറഞ്ഞു. ആ യോഹന്നാൻ എഴുതിയിരിക്കുന്ന ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് അവസാനിപ്പിക്കട്ടെ. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. അപ്പോൾ ഇത് എഴുതിയത് കേട്ടുകേൾവിയിൽ നിന്നല്ല, അവർ കണ്ടതും അവർ തൊട്ടതും അവരനുഭവിച്ചതും അവർ നേരടിയായി കണ്ടതും അവർ നേരടിയായി കേട്ടതുമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് സാറ് ദയവുണ്ടായിട്ട് ബൈബിളിനെ സംബന്ധിച്ചും സുവിശേഷങ്ങളെ സംബന്ധിച്ചും യേശു ക്രിസ്തുവിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് അത് ശരിയാണോ സാറ് ചിന്തിച്ചു വച്ചിരിക്കുന്നതെന്ന് പരിശോധിക്കുവാനായിട്ട് ഒന്ന് ശ്രമിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. കേൾവിക്കാരായ എസൻസിൻ്റെ ആളുകളോട് പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, ബൈബിൾ സംബന്ധമായ ചോദ്യങ്ങളോ ഉത്തരങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ നമുക്കൊരു ചർച്ചയാകാം. ബഹുമാനപ്പെട്ട പ്രൊഫസർ സി രവിചന്ദ്രൻ സാറിനെ ഒരു ഡയലോഗിന് വേണ്ടിയിട്ട്, ഈ വിഷയത്തെ സംബന്ധിച്ച് തന്നെ ഒരു ഡയലോഗിന് വേണ്ടിയിട്ട് ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. താല്പര്യമാണെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ പറയുന്നു: 9947003777.